പിന്നെ നമ്മള് ഞായറാഴ്ചയൊക്കെ ആയിട്ട് കറങ്ങാൻ പോവാ അല്ലേ? എവിടെയാ കുഞ്ഞ് കറങ്ങാൻ പോകുന്നേ? വലിയ ടൂറാണെന്നൊക്കെ ഓർത്തോണ്ട് കേറിയതായിരുന്നു അല്ലേ? അതെ അതെ. അപ്പൊ ഇന്ന് രണ്ടുപേരുടെ മുടി വെട്ടണം, പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം. പോയിട്ട് വരാം അല്ലേ? ഇത്രയും തൂക്കുപാലത്ത് ചന്തയല്ലേ? ചന്തയാ, ഞായറാഴ്ച. ചന്തയിലൊക്കെ ഒന്ന് കേറിയിട്ട് വരാം. പക്ഷെ കുറെ നേരമായി ഒരുങ്ങിയിരിക്കാൻ തുടങ്ങിയിട്ട്. മഴ കാരണം അങ്ങ് ഇറങ്ങി പോകാനുള്ള മടിയായിട്ട് അങ്ങനെ ഇരുന്നതാ. അതിൽ ഇച്ചിരി തെളിഞ്ഞിട്ടുണ്ടല്ലേ? പോയി നോക്കാം. അറിയത്തില്ല. അതെ, ഇടയ്ക്കിടയ്ക്ക് അവിടെയൊക്കെ അതേണ്ട കാർമേഘം കയറി. പോയേക്കാം. എന്നാണേലും ചന്തയിൽ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമല്ലേ? പച്ചക്കറിയൊക്കെ കുറവാണ്, എന്നാലും നമുക്ക് ആവശ്യത്തിനുള്ളതൊക്കെ നമ്മൾ കുറച്ച് കുറച്ച് വെച്ച് വാങ്ങിച്ചു. കമ്പത്തുനിന്ന് തമിഴ്നാട്ടിൽ കൂടെ ഇപ്പോൾ കമ്പത്തോട് വണ്ടി കയറി വരുന്നില്ലാത്തത് കൊണ്ട് പച്ചക്കറി ഇങ്ങോട്ട് വരവും കുറവാണ്. പച്ചക്കറി പൊതുവേ കുറവാണ്. പിന്നെ കുഞ്ഞിയുടെ മുടി വെട്ടാൻ കയറി, കുറച്ച് ലൈനിങ് എടുക്കാൻ കയറി. അങ്ങനെ പിന്നെ തിരിച്ച് നമ്മളിങ്ങ് പോന്നു. നമ്മൾ തൂക്കുപാലമൊക്കെ പോയി പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിൽ വന്നിട്ടേ ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മീൻ പിടിക്കാൻ പോകാനായിട്ട് ഇറങ്ങിയതാ. എൻ്റെ ആയുധങ്ങളൊക്കെ ആയിട്ട് ഭായിമാരെല്ലാം വന്നിട്ടുണ്ട്. പോയി നോക്കാം, എല്ലാം കിട്ടുമോന്നറിയത്തില്ല. എവിടെ പഠിച്ച് ഗെറ്റപ്പായിട്ട് പോകണ്ടേ, വൃത്തിയായിട്ട് പോകണ്ടേ? നമുക്ക് ആണ്ട് മേളിൽ അവരുടെ അടുപ്പൊക്കെ ഉണ്ട് കേട്ടോ, അതൊന്ന് കണ്ടിട്ട് പോയാലോ? അവിടെ ഞാൻ കണ്ടില്ല. ബാ, അതൊന്ന് കണ്ടിട്ട് നമുക്ക് ഇറങ്ങി പോകാം. അതെ അതെ, അവരുടെ അടുപ്പ് കണ്ടോ? കഴിഞ്ഞ ദിവസം ടിപ്പറിന്റെ ടയർ അടി വെച്ചിട്ട് മേളിൽ മണ്ണൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കൊള്ളാല്ലേ? സിമെന്റ് അല്ല, നമ്മളെ അടുപ്പ് തേച്ച മണ്ണില്ലേ, കൂട്ട് മണ്ണ്. നമ്മുടെ ഏലത്തിനകത്തൂടെ അപ്പുറത്തെ സൈഡ് മരത്തിന്റെ ചില്ലയെല്ലാം ഇറക്കിയേ. അവിടെ നല്ല വെട്ടമുണ്ട്, പക്ഷെ നല്ലപോലെ കാറ്റടിച്ച് കുറെ ഒടിഞ്ഞിട്ടുണ്ട് ആ സൈഡ്. ഇവിടെ ഇവിടെ കണ്ടോ നല്ല ഇരുട്ട്. ഇവിടെ കുറേം കൂടെ ഇറക്കണം. ഇനിയിപ്പം വഴി തുറന്നു കഴിയുമ്പോൾ തമിഴ്ക്കാർ കയറി വരാൻ തുടങ്ങിയാലേ നടക്കുള്ളെന്ന് തോന്നുന്നു. കാന്താരി ഉണ്ടല്ലേ? റിസോർട്ട് പണിയൊക്കെ ഇത്രത്തോളമൊക്കെ എത്തി നിൽക്കുന്നു. പണിക്കാർ ഹിന്ദിക്കാരെല്ലാം പോയവരെ ഇന്നലെ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ പണി ചെയ്ത് പെട്ടെന്ന് പണി തീർക്കും. ഒരെണ്ണത്തിൻ്റെ താഴത്തെ ഒരു വീടിൻ്റെ പണി തീർന്നിട്ടുണ്ട്. അത്യാവശ്യം ഇപ്പോൾ വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ താമസിക്കാനായിട്ട്. ഇത് നമ്മുടെ റോഡ് കോൺക്രീറ്റ് ചെയ്തതെല്ലാം നല്ല ഉറച്ച് സെറ്റായി. നല്ല രസമുണ്ടല്ലേ? രണ്ട് സൈഡിൽ കൂടെ ചെടി നട്ടാൽ മതിയല്ലേ? ഈ റോഡേ ഇങ്ങനെ ഒരൊറ്റ ഓട്ടം ഓടാൻ തോന്നുമല്ലേ താഴോട്ട്, അല്ലേടാ? പുതിയ വഴികളൊക്കെ കാണാൻ നല്ല വീതി. അവിടെ എന്നാ കുത്തിയോ? കുത്തിയില്ല, കാഴ്ച കാണുമായിരിക്കും. കോഴിക്കോടല്ല, കിട്ടി 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 കിട്ടി. ഒന്ന് സ്ലോപ്പി സ്ലോപ്പി. ഇവർക്ക് കഴിഞ്ഞ ദിവസം 42 എണ്ണത്തിനെ കിട്ടി. കണ്ടോ കുഞ്ഞി, ഒന്നാമത്തെ മീനെ കിട്ടി. സ്ലോപ്പി സ്ലോപ്പി. ഇതാണ് നമ്മുടെ പ്രൊഫഷണൽ. കുളത്തിലെന്ത് മീനായിരുന്നു? എന്നിട്ട് ഞങ്ങൾ ഇതുപോലെ വല്ലപ്പോഴും പോയി പിടിക്കായിരുന്നു. എന്താ കുളം പിന്നെ പറ്റിച്ചേ പക്ഷെ തേകാനായിട്ട് മുഴുവൻ മീൻ കൊണ്ടുപോയിട്ടുള്ള ചരിത്രമാണ്. എനിക്കൊരു മീനെ പോലും കഴിച്ചിട്ടില്ല. അല്ല ഇത് വേണ്ട, അടുത്ത വിട്ടുക. കൊണ്ടുപോയില്ലേ? ഇല്ല, വെള്ളം താന്നു പോയി, നല്ലപോലെ വെള്ളം താന്നു. അതെങ്ങനെ അറിയും മീൻ വന്നെന്ന്? പോയ സമയത്ത് ഓർക്കുന്നു, അന്ന് ഞാൻ ഇതിനകത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട്. ബോധം കെട്ട് കിടന്ന് ഞാൻ ഇതിനകത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട്. ആ ട്രാവൽ ഒഴുകി പോയ ദിവസം ഇത് കവിഞ്ഞൊഴുകുമായിരുന്നു. അതെ, അവിടെ കൊണ്ടുപോയി പകുതി തീറ്റാൻ കൊണ്ട് കൊണ്ടുപോയില്ലേ? എന്റെ കൈ കൊണ്ട് കുഞ്ഞിട്ട് നോക്കി കഴിഞ്ഞ്. ആ തീറ്റ എന്തി
അല്ല ഇവിടെ കൊത്തുണ്ട്. അവിടെ വരാൻ ചാൻസ് ഉണ്ട്. അവിടെ കിടക്കുന്നു. മീട്ടേമേ ഞാൻ ഇടാവേ. ഞാൻ കൊത്തിയിടുന്നത് മൊത്തം തീറ്റ കൊണ്ടുപോകുന്നതേ ഉള്ളല്ലോടാ. ഞാൻ ഇത്ര നേരം അങ്ങനെ ആയിരുന്നു. ഇങ്ങോട്ട് ഇച്ചിരി ഇറങ്ങി നിൽക്കുന്നേ. ഏ? ഇങ്ങോട്ട് ഇച്ചിരി ഇറങ്ങി നിൽക്കും ഇട്ടോ കേട്ടെ. എനിക്ക് ഉടക്ക് ആ ഇട്ടോ. സൈഡിലായിപ്പോ അല്ലേ. ഇനി ഇട്ട നീ നല്ല അങ്ങനെ കുഞ്ഞി വിജയിച്ചിരിക്കുന്നു. കുഞ്ഞിയുടെ മീൻ. കുഞ്ഞി ആദ്യമായിട്ട് ചൂണ്ടയിട്ട് പിടിച്ച മീൻ. ചെറുതാണെങ്കിലും ഇനിയാണ് ടാസ്ക്. ഇത് എനിക്ക് ഊരാറിയില്ല. ഊരി എടുക്കണം. അയ്യോ ഇതിനെ തിരിച്ചു വിട്ടാലോ? പിടിച്ചാൽ മാത്രം പോരാ, തിരിച്ചെടുക്കണം. അത് ഊരി എടുക്കണം അതിനെ. തിരിച്ചു വിട്ടാലോ? തിരിച്ചു വിട്ടിട്ട് കാര്യമില്ലടാ. പിടിക്കണ്ടായിരുന്നു. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ചൂണ്ടയിടുമ്പോ അങ്ങനെ ചെറുതും വലുതും എല്ലാം കൊത്തും. വല വീശുവാണെങ്കിൽ നമുക്ക് ചെറുതാണെന്ന് അറിഞ്ഞാൽ തിരിച്ചു വിടാൻ പറ്റും. ചൂണ്ടയിട്ടാ വിടാൻ പറ്റത്തില്ല. പാവം. ആ പിടിച്ചു കഴിഞ്ഞപ്പം തിരിച്ചു വിട്ടാ ചത്തു പോവോ? ചത്തു. ഷോ കുറച്ച് വെള്ളം ഇട്ടാലോ? ആ അടുത്തയാൾ എത്തിയിട്ടുണ്ട്. നോക്കാം കിട്ടുമോ നോക്കാം. കിട്ടാൻ യാതൊരു ചാൻസും ഇല്ല. ചിലപ്പോ കിട്ടുമായിരിക്കും. നമുക്ക് പോയിട്ടെ ശനിയാഴ്ച എങ്ങാനും പകല് വരാം. ഉച്ചക്ക് ഇപ്പൊ ഒന്ന് പിടിച്ചായിരുന്നു കേട്ടോ. പോയി. കാറ്റ് നല്ല തണുപ്പുണ്ട്. പോയാലോ? വെയിലുള്ളപ്പം വരാം. വെയിലുള്ളപ്പം അത്യാവശ്യം വറക്കാനുള്ള കിട്ടി. ആഹാ അതുകൊണ്ട് ഇവർക്കൊന്നും വറക്കാനുള്ള കിട്ടിയല്ലേ. അങ്ങനെ ഇന്നത്തെ മീൻപിടുത്തം ഇവിടെ അവസാനിപ്പിച്ച് നമുക്ക് കയറിപ്പോയേക്കാം. നേരെ 6 മണിയായി. എത്ര മീനെ കിട്ടി നമുക്ക്? എത്ര മീനുണ്ട്? ഒരുമാതിരി മുഴുത്തതാ കേട്ടോ കിട്ടിയത്. 1 2 3 വറക്കാനുള്ള കിട്ടിയല്ലേ? 6 എണ്ണം കിട്ടി. അത് മതി. 6 എണ്ണം കിട്ടി. അപ്പൊ ഇന്നത്തേക്കുള്ളതാ. ഇനി നമുക്ക് പഠിത്തമില്ലാത്ത ഉച്ചയ്ക്ക് വരാം. പോകാം. നമ്മളെ നത്തോലി ആദ്യം ഫ്രൈ ആക്കി കൊടുക്കും. എനിക്ക് നത്തോലി ഫ്രൈ മതിയേ. എനിക്കറിയാം. ഞാന് മറ്റേ വളർത്തു മീനെ ഒന്നും കഴിക്കാൻ നമുക്ക് കടലിൽ കിടന്ന മീനിനൊക്കെ പിടിക്കും. എനിക്ക് കടൽ മത്സ്യം മാത്രം മതി. അതുകൊണ്ടാണ് കുറച്ച് നത്തോലി എടുത്ത് ഞാൻ ആദ്യം പുരട്ടി അങ്ങ് വറുത്ത് മാറ്റിയിട്ട് ഞങ്ങളുടെ മീൻ ഇട്ടോളാം. ഓപ്പൺ എയറിലാണ് അടുപ്പിരിക്കുന്നതുകൊണ്ട് നല്ല കാറ്റല്ലേ. വൈകുന്നേരം നല്ല കാറ്റും മഴയും തണുപ്പും എല്ലാം ഉണ്ട്. കാറ്റടിക്കുമ്പോഴത്തേക്കിനും മൊത്തം അത് നമ്മൾ എങ്ങോട്ട് നിൽക്കുന്നോ അങ്ങോട്ട് തീ വരുള്ളതാ. അതെങ്ങനെ അറിയുന്നതെന്ന് അറിയത്തില്ല. അത് തീ പിടിപ്പിക്കാൻ തുടങ്ങുമ്പോഴും അതെ എവിടുന്നോ ഒരു കാറ്റിങ്ങി വരും. അതെങ്ങനെ വരുന്നറിയാം. അത് വായു ചൂടാകുമ്പോ അങ്ങോട്ട് തണുത്ത വായു എല്ലാം തീ പിടിപ്പിക്കാൻ തുടങ്ങുമ്പോഴേ വരും. അതെ നല്ല തണുപ്പുണ്ടല്ലേ വെളിയില്. സൂപ്പർ തണുപ്പാ. അടുപ്പിന് ചൂട് നത്തോലി ഫ്രൈയും കൂടി ചോറ് കൊണ്ടിട്ട് കിടക്കാം. ചൂട് നത്തോലി ഫ്രൈ തരുമോന്ന് അറിയത്തില്ല. ഞങ്ങളുടെ മീനും കൂടെ വറുത്ത് കോരി കഴിയുമ്പോ തണുക്കുമല്ലോ. നിങ്ങളുടെ മീനും കൂടെ വറുത്ത് കോരുമ്പോഴത്തേക്കിനും ഞങ്ങൾ ഇത് വറുത്ത് കഴിക്കും. നത്തോലി ഫ്രൈ വേണോ? നീ വേണ്ട. ഇതിനകത്ത് അധികം ഇതൊന്നും ഇല്ലാത്ത ആണോ? പ്രോട്ടീനുള്ള മീനാണോ നമ്മൾ പിടിച്ചോണ്ട് വെച്ചേക്കുന്നത്? ഇപ്പം ഞാനും കുഞ്ഞിയും കൂടെ തന്നെ വരുമെന്ന് തോന്നുന്നു. ഇതൊന്നും അല്ലായിരുന്നല്ലോ ഉത്സാഹം. അമ്മയ്ക്ക് നത്തോലി ഫ്രൈ വേണോ അതോ ഫിലോപ്പിയ ഫ്രൈ വേണോ? എനിക്ക് രണ്ടും വേണം. ഇത് രണ്ടും വേണം. ഏതാണോ നല്ലത്? നിനക്ക് വേണ്ടാത്ത എന്നാന്ന് എനിക്കറിയാം. നീ അല്ലേലും ആറ്റുമീൻ കടൽ മീനല്ലാതെ കായൽ മീനല്ലാതെ ആറ്റുമീൻ കൂട്ടത്തില്ലല്ലോ. കുളത്തിൽ നിന്ന് പിടിച്ചാലും കൂട്ടത്തില്ല. ഞാനത് പറഞ്ഞ് എനിക്ക് കടലിൽ നിന്നുള്ള ഈ ചെറിയ നത്തോലിയാണെങ്കിലും ചെറിയ നത്തോലി കരിമീന്റെ അനിയനാ. കരിമീന്റെ അനിയനോ? അത് പുതിയ അറിവാണ്. കരിമീൻ അങ്ങോട്ടെങ്കിൽ കൂട്ടിയാനെ. കരിമീൻ കൂട്ടുന്നത് അതന്നെ. പിടിക്കുന്നല്ലേ? അതിന് കുഴപ്പമില്ലേ? അത് ഉപ്പുവെള്ളമാണല്ലോ. ഓഹോ ഞങ്ങൾ ഉപ്പ് ചേർത്താ ഇറക്കുന്നേ.
അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ഉപ്പാണ് പ്രശ്നം. ഉപ്പിട്ടിട്ടുണ്ട്, അത് മനസ്സിലായി. വെട്ടിയിട്ട് ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാ. എന്നാന്നറിയോ, മസാല ദോശ. മസാല ദോശയാണ്. ആ. രാവിലെ ഞാൻ പൂരി ഉണ്ടാക്കി, ആയിക്കോട്ടെ. അതിന് കിഴങ്ങ് കറി ഉണ്ടാക്കി. ആ, അത് പൂരി ബാലൻസ് വന്നു. തീർന്നു പോയി, കിഴങ്ങ് കറി ബാക്കി വന്നു. അതെങ്ങനെ കളയും? അതുകൊണ്ട് അതുകൊണ്ട് മസാല ദോശ. രാത്രി മസാല ദോശയും മീൻ ഇത് വറുത്തതും. കൊള്ളാലോ. അമ്മ വേറൊരു പരിപാടി സെറ്റ് ചെയ്തോണ്ട് പോകുന്നു. കപ്പ ബിരിയാണി. അല്ല, ഇരുന്ന കപ്പ ആ മീൻ വറുത്ത ചട്ടിക്കകത്തോട്ടിട്ട് സെറ്റ് ചെയ്തെടുത്ത് അല്ലേ. ആ, നല്ല ചൂട് കപ്പ കേട്ടോ. ചൂട് കപ്പയും ചൂട് ദോശയും ചൂട് കഞ്ഞിയുണ്ട്. അപ്പൊ പെട്ടെന്ന് ഏത് എല്ലാം വേണം? റെഡിയാക്കി സെറ്റ് ചെയ്തെടുത്ത് വെച്ചോ, കഴിച്ചേക്കാം. കപ്പ മതി. ആ, അമ്മയ്ക്ക് കപ്പ മതി. അപ്പോൾ നമ്മുടെ വൈകുന്നേരത്തെ അത്താഴത്തിനുള്ള സംഭവം എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. മസാല ദോശ വേണ്ടവർക്ക് അത് കഴിക്കാം, മീൻ ഫ്രൈ വേണ്ടവർക്ക് അത് കഴിക്കാം, കപ്പ വേണ്ടവർക്ക് അതും കഴിക്കാം. അപ്പോൾ എല്ലാവരും വന്നിരുന്നു. പിന്നെ ഇത് നിന്ന് ചോറ് വേണ്ടിയവർക്ക് അതും കഴിക്കാം. ഓ, ഇനി അതൊന്നും കൊടുക്കണ്ട, ഇതൊക്കെ മതി. അല്ല, എനിക്ക് സംഭവം വേണ്ട. ആണോ ഇനി? കുഞ്ഞിക്ക് ദോശ മതിയല്ലോ. ആ, പക്ഷേ ഈ ദിവസം ഒന്നും പോപ്പിക്കും ചോറ് വേണ്ട. വേണ്ട. അപ്പോൾ പിന്നെ ഇത് പിന്നെ ഇത് മതി നമുക്ക്. മതി.